ഗതാഗത മന്ത്രി ഇന്നലെ മിന്നൽ പരിശോധന നടത്തിയ KSRTC ബസ്സിന് മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റും ഇല്ല. 2025 ഓഗസ്റ്റ് 7-ാം തീയതി സർട്ടിഫിക്കറ്റ് കാലാവധി കഴിഞ്ഞിരുന്നു. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സ്റ്റെഫിൻ, ഈ സർക്കാർ കാര്യങ്ങളൊക്കെ ചട്ടപ്പടി എന്നതൊരു പറച്ചിലാണ്. എന്നിരുന്നാൽ പോലും സാധാരണക്കാരനാണെങ്കിൽ എങ്ങനെയല്ലല്ലോ സംഭവിക്കുക. KSRTC നമുക്കറിയാവുന്നതാണ്, നടുവൊടിഞ്ഞോടുന്ന പല പരിമിതികൾ അതിനുണ്ട്. എന്നിരുന്നാൽ പോലും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ നിയമപരമായി പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾ, അതിലൊരു വീഴ്ച വരുത്തുക എന്ന് പറയുന്നത് അത്ര ശരിയായ നിലപാടല്ലല്ലോ. അതെ മാധു, തീർച്ചയായിട്ടും ആ വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു ചെറിയ ദൃശ്യം കാണിക്കാം. കാരണം ഈ ബസ് ഉടൻ തന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് കാണിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം ആ KSRTC ബസ്സിൻ്റെ മുകളിൽ, ആ ഡോറിൻ്റെ മുകളിലായി നമുക്ക് കാണാം ഒരു പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ പാച്ച് വർക്ക് ചെയ്തൊരു തകര ഷീറ്റ് കൊണ്ടല്ല, നേരെ മറിച്ച് അതൊരു ട്യൂബിൻ്റെ ഭാഗം കൊണ്ടാണ് ആ പാച്ച് വർക്ക് നടപടി നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് KSRTC ബസ്സിൻ്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു ബസ് ഇവിടെ കിടപ്പുണ്ടായിരുന്നു. ഈ പുറത്ത് ഈ ഭാഗമെല്ലാം തന്നെ തകർന്ന ഒരവസ്ഥയിൽ. ഇനി മാധു സൂചിപ്പിച്ച ആ കാര്യത്തിലേക്ക് വരാം. KSRTC ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഇളവുണ്ട്. 15 വർഷത്തിന് ശേഷവും ഉപയോഗിക്കാം. അങ്ങനെ ഓടിത്തളർന്ന ഒരുപാട് ബസ്സുകളുണ്ട്. കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ഒരു വിവരാവകാശം കൊടുത്ത് കാര്യങ്ങൾ എടുത്തപ്പോൾ 1261 ബസ്സുകൾ 15 വർഷ കാലാവധി അല്ലെങ്കിൽ 10 വർഷ കാലാവധി കഴിഞ്ഞതാണ് എന്നുള്ളൊരു വിവരമാണ് അന്ന് ലഭിച്ചത്. അതിൽ നിന്നും വലിയ മാറ്റമൊന്നും ഇപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇനി പുതിയ കണക്കുകൾ വരണം. ഇനി ഏതായാലും ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെയും മിന്നൽ പരിശോധനകൾ നടത്തേണ്ട സ്ഥലത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു. അതിന് പറ്റിയ സ്ഥലം ഈ തമ്പാനൂർ സെൻട്രൽ ഡിപ്പോയാണ്. ഈ കാണുന്നത് 2018 കൊട്ടിഘോഷിച്ച് തുടങ്ങിയ ഒരു ചെറിയ ബ്രസ്റ്റ് ഫീഡിങ് ഏരിയ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക്, അമ്മമാർക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടിയുള്ളൊരു സ്ഥലം, ആരോഗ്യ പരിശോധനകൾക്ക് വേണ്ടിയൊരു സ്ഥലമാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. 2018 ഫെബ്രുവരി 28 കടമ്പള്ളി സുരേന്ദ്രൻ അന്ന് മന്ത്രിയായിരുന്നു. KK ശൈലജ ടീച്ചർ അന്ന് മന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രി അന്ന് AK ശശീന്ദ്രനാണ്. അന്ന് ഉദ്ഘാടനം ചെയ്തതാണ്. ഇപ്പോൾ ഈ പൊടി പിടിച്ചിങ്ങനെ കിടക്കുകയാണ്. എത്ര ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇത്തരത്തിൽ നിർമ്മിച്ച ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെ KSRTCയിൽ അവതാളത്തിലാണ് എന്നുള്ളതാണ് പറയേണ്ടത്. കാരണം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം, എത്രമാത്രം പൊടി പിടിച്ചിട്ടുണ്ട്. ഇത് ഈ അടുത്ത സമയത്തൊന്നും തന്നെ തുറന്ന ഒരവസ്ഥ നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ഒപ്പം തന്നെ KSRTC ബസ് സ്റ്റാൻഡിന് അകത്തേക്ക് ഒന്ന് കടന്നു വന്നു കഴിഞ്ഞാൽ ബസ്സുകൾ ഇങ്ങനെ കിടപ്പുണ്ട്. നേരത്തെ ഇവിടെ കിടന്ന ബസ്സുകൾ പോലും നമ്മൾ വാഹൻ സൈറ്റിൽ പരിശോധിക്കുമ്പോൾ അതിൻ്റെയും പൊല്യൂഷൻ കഴിഞ്ഞ ഒരവസ്ഥയുണ്ട്, ഇന്നലെ കണ്ട ആ ബസ്സിനെ പോലെ. പക്ഷെ മന്ത്രിയുടെ മിന്നൽ പരിശോധന പേടിക്കാതെ കുറേ ആളുകൾ ഏതായാലും KSRTC സെൻട്രൽ ഡിപ്പോയിലുണ്ട്. അങ്ങനെ ഒരാളെ കാണിച്ചു തരാം. ഇതാണ് ഈ ഇത്രയധികം ജനങ്ങളും കുട്ടികളുമൊക്കെ കടന്നു പോകുന്ന സ്ഥലത്താണ് ഇതുപോലെയുള്ള കാഴ്ച. ഇത് ഒരെണ്ണമാണ് എന്ന് കരുതരുത്. തൊട്ടപ്പുറത്ത് മറ്റൊരാളും കൂടി മിന്നൽ പരിശോധനയെ പേടിക്കാതെ കിടപ്പുണ്ട്. ആളുകൾ നടന്നു പോകുന്ന വഴിയാണ്, പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ പോകുന്നത് അതുവഴിയാണ്. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് ഇപ്പോൾ ഏതായാലും ഇങ്ങനെ പട്ടിയൊക്കെ കിടക്കുന്നത്, നായ കിടക്കുന്നത്. അത്രയധികം തിരക്കുള്ള ഒരു സ്ഥലമാണ് എന്ന് കൂടി ഓർക്കണം. ഇത്രയധികം ആളുകളൊക്കെ വന്നു പോകുന്ന ഒരു സ്ഥലത്ത് പട്ടി കിടക്കുന്നു, പലതും വൃത്തിയില്ലാതെ കിടക്കുന്നു. എങ്ങനെ മാറണം നമ്മുടെ KSRTC സംവിധാനം? പറയാനില്ല, ഇല്ല. കൂടുതൽ ഏതായാലും അദ്ദേഹത്തിന് കൂടുതൽ പ്രതികരിക്കാനില്ല. പക്ഷേ നമുക്ക് ആ കാഴ്ചകളിലേക്ക് തന്നെ പോകാമെന്ന് തോന്നുന്നു. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു സാഹചര്യം. ഇതാണ്. പക്ഷേ എല്ലാം തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടല്ല നമ്മൾ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ അങ്ങനെ കുറ്റം പറയേണ്ട കാര്യങ്ങളെ കൃത്യമായി തന്നെ കുറ്റം പറയും, അത് മന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കും. ഇനി കാണിക്കാൻ പോകുന്നത് ഈ KSRTC ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല ഒരു കാര്യമാണ് കാണിക്കാൻ പോകുന്നത്. അതായത് ഈ അടുത്ത സമയത്ത് മന്ത്രി ഗണേഷ് കുമാർ സ്ഥാനമേറ്റതിന് ശേഷം തുടങ്ങിയതാണ് ഈ കാണുന്ന വിശ്രമമുറി. അതൊരു ശീതീകരിച്ച വിശ്രമമുറിയാണ്. ആ ശീതീകരിച്ച വിശ്രമമുറിയിൽ ആളുകൾ കൃത്യമായി തന്നെ എത്തുന്നുണ്ട്. മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതൊക്കെ ആധുനികതയോട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ്. അതൊക്കെ വേണ്ട കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഇതും കൂടെ കാണിച്ചു തരാം. ആളുകൾ ഇങ്ങനെ ഇത്രയധികം തിരക്കുള്ള സ്ഥലത്ത് ഇരിക്കുന്ന ആളുകൾക്ക് വിശ്രമിക്കാനുള്ള കസേരയുടെ ഒരു അവസ്ഥ കാണിച്ചു തരാം. ഏതാണ്ട് 2 എണ്ണം പൊട്ടിപ്പൊളിഞ്ഞ് ഒരെണ്ണം തറയിൽ കിടക്കുന്നു. അതോടൊപ്പം തന്നെ അഴുക്കും മറ്റ് പ്ലാസ്റ്റിക് മാലിന്യമൊക്കെ കെട്ടി കിടക്കുന്ന ഒരു സ്ഥലം ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു പൊതു ചിത്രം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഡിപ്പോയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഡിപ്പോയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ജീവനക്കാരുടെ ഒരു ദുരിതം, അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ദുരിതം, അതെല്ലാം തന്നെ കൂടുതൽ കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. ഇതൊക്കെയാണ് തമ്പാനൂർ സെൻട്രൽ ഡിപ്പോയിലെ പൊതുവേ ഉള്ള ഒരു സ്ഥിതി. ഒപ്പം തന്നെ ഏതാണ്ട് വലിയ കെട്ടിടമാണ് ഉള്ളത്. ഏതാണ്ട് 10-11 നിലയുണ്ട്. പല കെട്ടിടങ്ങളും ഇങ്ങനെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട്. ചേട്ടാ, എവിടെ നിന്നാണ്, എങ്ങോട്ട് പോകാനാണ്?
ഈ നമ്മുടെ ഈ KSRTC ബസ് സ്റ്റാൻഡുകളുമൊക്കെയായി ബന്ധപ്പെട്ട് പല ബസ്സുകളും ശോചനീയമായ അവസ്ഥയിൽ ഓടുന്നവയുണ്ട്, പൊല്യൂഷൻ ഇല്ലാതെ ഓടുന്നവയുണ്ട്. നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവിടെ പട്ടി കിടക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ എങ്ങനെ ഒന്ന് KSRTC മാറ്റണം, എങ്ങനെ ഒരു നവീകരണം വേണമെന്നാണ് യാത്രക്കാരനായി? ഇപ്പം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അതിനൊന്നുകൂടി പഠിച്ച് വേണ്ടുന്ന കാര്യങ്ങളൂടി ചെയ്യണം. പ്രത്യേകിച്ച് ഈ നായശല്യം അത് കുറച്ചുകൂടി അത് കാര്യക്ഷമമായിട്ട് അവർ നോക്കണം, കാണണം. ആൾക്കാർ കുറച്ചുകൂടി സുരക്ഷിതത്വം വേണം, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ. ഈ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ ചേട്ടന് കണ്ടാൽ തോന്നുന്ന കാര്യങ്ങൾ? മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ വലിയ മാറ്റം തന്നെയാണ് എന്നാ പറയാനുള്ളത്. ഇനി മെച്ചപ്പെടാനുണ്ട്, പക്ഷേ നല്ല മാറ്റമുണ്ട്. ശരി, ഏതായാലും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് മുൻപത്തെക്കാളും കുറച്ചൊക്കെ ഒരു മെച്ചം വന്നിട്ടുണ്ട്. അത് ആളുകളുടെ ഒരു മനസ്ഥിതി കൂടി അങ്ങനെ മാറേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ചപ്പുചവറുകൾ അവിടെയും ഇവിടെയും ഇടാതെ കുറച്ചുകൂടി നല്ല രീതിയിൽ പോകേണ്ടതുണ്ട്. കാരണം ഇവിടെ നമ്മളിപ്പോൾ വന്നപ്പോൾ ഒരു സ്ത്രീ ഇവിടെ തൂക്കുകയും വൃത്തിയാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതുമാത്രം പോരാ, പലരും ഇവിടെ എത്തുമ്പോൾ അവർക്കും ഒരു ഉത്തരവാദിത്ത ബോധം ഉണ്ടാകേണ്ടതുള്ളൂ എന്നാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ കാണുന്നതാണ് KSRTCയുടെ ബസ്സുകൾ കഴുകുന്ന സ്ഥലം. ഇത്രയധികം ബസ്സുകൾ കടന്നു വരുന്ന ഒരു ഡിപ്പോയാണ് തമ്പാനൂർ ഡിപ്പോ. അവിടെ ഈ 2 ബസ് മാത്രം കഴുകാനുള്ള സാഹചര്യം ഇപ്പോൾ നിലവിൽ ഏതായാലും ഉള്ളൂ. അത് കൂടുതൽ വർദ്ധിപ്പിക്കണം. ഇനി ഏതായാലും ഡിപ്പോയിലേക്ക് പോകാം. ഡിപ്പോയിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ദയനീയമായ അവസ്ഥയാണ്. കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ഥിതി അതിരൂക്ഷമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കുണ്ടും കുഴിയും നിറഞ്ഞ സ്ഥലമാണ്. ഈ പുതിയതായി വാങ്ങിയ ബസ്സുകൾ പോലും അപകടത്തിൽ അല്ലെങ്കിൽ അതിന് കേടുപാട് സംഭവിക്കാനുള്ള സ്ഥിതിയെല്ലാം തന്നെ ഉണ്ട്. ഒരുപാട് വണ്ടികൾ വന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. അതെല്ലാമാണ് ഈ KSRTCയെ ഇവിടെ ബാധിക്കുന്ന കാര്യം. സ്ഥലപരിമിതി ഒരു വലിയ പ്രശ്നമാണ്. വാഹനം കഴുകുന്ന സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ വൃത്തിയുടെ ഏതായാലും പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ ഇങ്ങോട്ടേക്ക് വന്നാൽ ഇത് ഡിപ്പോയുടെ ഭാഗമാണ്. അവിടെയാണ് ഇങ്ങനെ ചെളിയും വെള്ളവുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് മഴ പെയ്തതേ ഉള്ളൂ. അപ്പോഴാണ് ഈ സ്ഥിതി. നമുക്ക് ഡിപ്പോയിലേക്ക് അങ്ങോട്ട് കടന്നു പോകണമെങ്കിൽ കഴിയാത്തൊരു സ്ഥിതി ഉണ്ട്. കാണാം ഈ ദൃശ്യങ്ങൾ കാണാം. അത്രത്തോളം മാലിന്യമാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് പോയി ആ ആളുകളോട് സംസാരിക്കണമെങ്കിൽ തന്നെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ വഴി സ്വീകരിക്കാമെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അത്രയധികം മാലിന്യമാണ്, ചെളിയാണ്, പ്ലാസ്റ്റിക് മാലിന്യമാണ്, അതെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. ഈ വഴിയും ഏതായാലും പോകാൻ സാധ്യമല്ല എന്ന് തോന്നുന്നു. കാരണം അവിടെയും ചെളിയാണ്. ഡിപ്പോയ്ക്ക് അകത്തേക്ക് പോകണമെങ്കിലും വലിയ ബുദ്ധിമുട്ട്. ഇനി വഴിയൊന്ന് മാറ്റിപ്പിടിക്കാം. പക്ഷേ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, പല ബസ്സുകളിലും ഇപ്പോൾ ഏതായാലും വേസ്റ്റ് ഇടാനുള്ള സംവിധാനമൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഈ ബസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അത്തരത്തിലൊരു സംവിധാനമൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാ ബസ്സുകളിലും ഇല്ല എന്നുള്ളതാണ് കാണേണ്ടത്. ഇത് വേസ്റ്റ് ഇടാനുള്ള സംവിധാനമാണ്. പക്ഷേ ഈ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഇത് പല ബസ്സുകളിലും ഇത്തരത്തിൽ വേസ്റ്റ് ഇങ്ങനെ നിൽക്കുന്നത്. അതൊക്കെ ആളുകൾ ചെയ്യുന്നതാണ്, ഈ യാത്രക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ബസ്സിനെ എത്രത്തോളം നമ്മൾ നവീകരിക്കാൻ ശ്രമിക്കുമ്പോഴും ഈ യാത്രക്കാരുടെ ഭാഗത്തു നിന്ന് ഒരു നല്ല പ്രവർത്തനം ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ആ ദൃശ്യങ്ങൾ കാണാം, കുപ്പിയും ഒക്കെ കിടക്കുന്നു. അതൊന്നും ജീവനക്കാരിട്ടതല്ലേ, ഇതൊക്കെ യാത്രക്കാരിട്ടിട്ട് പോകുന്നതല്ലേ? ഞാനല്ല. ഇല്ല, ഓക്കെ. അപ്പോൾ അത് അങ്ങനെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. ഇതാണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു TV-യും മറ്റ് സംവിധാനവും ഒക്കെ ഉണ്ട്. ചേട്ടാ, നിങ്ങൾക്ക് ഈ ബാഗ് വെക്കാനൊക്കെ സംവിധാനം ഉണ്ടോ ചേട്ടാ? ബാഗൊക്കെ ഇല്ല. ബാഗൊക്കെ പിന്നെ എവിടെ വയ്ക്കും? നിങ്ങളുടെ സാധനങ്ങളൊക്കെ എവിടെ വയ്ക്കും? അവിടെ വയ്ക്കും, അല്ല തറയിൽ വയ്ക്കാം. മണ്ണാണ്. ഇതാണ് അവസ്ഥ. പലപ്പോഴും ഈ കുപ്പിവെള്ളം നമുക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ വെക്കാൻ ഒരു സ്ഥലമുണ്ട്. അതായത് ഒരു 2 കുപ്പി കൊണ്ടുപോകണമെങ്കിൽ കഴിയില്ല. ഒരു കുപ്പി അവിടെ കാണുന്നത് പോലെ വയ്ക്കാം. ബാക്കിയെല്ലാം ഇങ്ങനെ തറയിൽ ഇങ്ങനെ വെക്കാനേ പറ്റുള്ളൂ. പലരും ഓടിക്കുന്ന വണ്ടിയാണ്. പെട്ടെന്ന് തന്നെ കഴുകി ഇറക്കാനൊന്നും പറ്റില്ല. നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, ആ 2 വണ്ടികൾ ഒരേ സമയം കഴുകുന്നതിനുള്ള സംവിധാനമേ നിലവിൽ ഏതായാലും ഈ പറയുന്ന സ്ഥലത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വൃത്തിയാക്കുക എന്നൊക്കെ പറയുന്നത് കൂടുതൽ ശ്രമകരമായ കാര്യമാണ്. ഈ ഡിപ്പോയുടെ അകത്തെ ജീവനക്കാരുടെ ഒരു അവസ്ഥയാണ് പറയേണ്ടത്. കാരണം ഈ മലിനജലത്തിലൂടെയാണ് വാഹനം ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇതൊരു കുണ്ടും കുഴിയും നിറഞ്ഞ സ്ഥലമാണ്. ഉയരം കുറഞ്ഞ വാഹനങ്ങൾ തട്ടാനുള്ള സ്ഥിതിയുണ്ട്. നമ്മൾ എത്രത്തോളം ആ ദൃശ്യങ്ങൾ കാണിക്കാൻ കഴിയുമെന്ന് കഴിയില്ല. കണ്ടോ, വാഹനം എത്രമാത്രം ആടി ഉലഞ്ഞു വരുന്നു എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ആ കുഴിയിലൊക്കെ വീണ് ഇപ്പോൾ ആ ദൃശ്യം കാണാം. അങ്ങോട്ടേക്ക് പോകുമ്പോൾ, ആ വാഹനം പോകുമ്പോൾ എത്രമാത്രം ദുഷ്കരമായിട്ടാണ് ആ വാഹനം പോകുന്നത് എന്നുള്ളത് കാണുവാൻ കഴിയും. ഒപ്പം തന്നെ ഈ കാണുന്നതാണ് ഡിപ്പോയിലെ കാഴ്ച. ഈ ചെളിവെള്ളത്തിലൂടെ വാഹനം ഇങ്ങോട്ടേക്ക് അകത്തേക്ക് കയറും. ആ ചെളിവെള്ളവും കൊണ്ട് അകത്തേക്ക് കയറും. മലിനജലമാണ്. തൊട്ടപ്പുറത്ത് ഓടയുണ്ട്. ആ ഓടയിൽ നിന്നൊക്കെ മഴ പെയ്യുമ്പോൾ ഇങ്ങോട്ടേക്ക് ഊറ്റി കയറി എത്തുന്ന വെള്ളമാണ്. ഇത് ഇങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ വാഹനം പണിയുന്ന സ്ഥലമാണ് ഇത്. തൊഴിലാളികൾ
തൊഴിലെടുക്കുന്ന സ്ഥലം. അത് ഈ ചെളിയുമായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് ഈ ചെളിയെല്ലാം അങ്ങ് ഉണങ്ങും, പിന്നെ അത് പൊടിയാകും. ആ പൊടിയിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യേണ്ട ഒരവസ്ഥയിൽ ഇവിടുത്തെ ഡിപ്പോയിലെ ജീവനക്കാർ മാറുന്നു എന്നുള്ളതാണ് പ്രത്യേകമായി എടുത്ത് സ്റ്റെഫനാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. എത്രത്തോളം മോശപ്പെട്ട സാഹചര്യത്തിലാണ് KSRTC ഡിപ്പോയുടെ അടക്കം പ്രവർത്തനം എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങൾ. നവീകരണത്തിനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്തു നിന്നുണ്ടാകുന്നത് കർശനമായി പാലിക്കണം എന്ന നിർദ്ദേശം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ ഇതിപ്പോൾ ഒരു വാഹനത്തിൽ കയറി പെട്ടെന്ന് ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് പെട്ടെന്ന് സാധിക്കുന്ന ഒന്നാണ്. അതിനപ്പുറത്ത് KSRTCയുടെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ടും KSRTC ഡിപ്പോകളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ കാര്യങ്ങളിലുമൊക്കെ അതിലൊക്കെ കുറച്ച് പണച്ചെലവ് കൂടിയുള്ള കാര്യമാണത്. ഈ ഒരൊറ്റ ദൃശ്യം കണ്ടാൽ എങ്ങനെയാണ് വാഹനങ്ങൾ സൂക്ഷിക്കപ്പെടുന്നത് എന്നുള്ളത്. നമ്മളുടെ ഒരു വാഹനമാണ് എങ്കിൽ, നമ്മൾ പണം കൊടുത്ത് വാങ്ങിയ, നമ്മൾ കുറച്ച് അധിക വർഷം ഉപയോഗിക്കണം എന്ന് വിചാരിച്ചൊരു വാഹനമാണെങ്കിൽ ഈ നിലയ്ക്ക് നമ്മളത് പാർക്ക് ചെയ്തിടുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നോക്കിയാൽ നമുക്കത് സംബന്ധിച്ച ഒരു ധാരണയുണ്ടാകും. അപ്പോൾ KSRTC എന്ന് പറയുന്നത് നമുക്കറിയാം, ആനവണ്ടി എന്ന് നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി വിളിക്കുന്ന ഒരു സംവിധാനമാണ്. കേരളീയരുടെ പൊതുഗതാഗത സംവിധാനത്തിൻ്റെ നട്ടെല്ലാണ് എന്ന് പറയാൻ കഴിയും. നമ്മളേറെ ഇഷ്ടത്തോടെ കാണുകയും സംസാരിക്കുകയും പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പുതുതലമുറയുടെ സമൂഹ മാധ്യമങ്ങളിലാണ് എങ്കിൽ പോലും എത്ര റീലുകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ആ KSRTCയെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ കൂടി ഉണ്ടാവുകയാണ്. AK സ്റ്റെഫിൻ നമ്മളോടൊപ്പം തുടരുന്നുണ്ട് തിരുവനന്തപുരം ഡിപ്പോയിൽ നിന്ന്. സ്റ്റെഫിൻ, ഇനിയും അവിടെ കാണാൻ കഴിയുന്നത് ഇത്തരം അവസ്ഥകൾ തന്നെയാണോ? എങ്ങനെയാണ് പരിപാലിക്കപ്പെടേണ്ടത് എന്ന് ഒരിക്കലും പറയാൻ പാടില്ലാത്ത തരത്തിൽ ഉള്ള കാഴ്ചകൾ തന്നെയാണോ നമുക്ക് കാണാൻ കഴിയുന്നത് വീണ്ടും? തീർച്ചയായിട്ടും അത് അത്തരത്തിലുള്ള കാഴ്ചയാണ്. ഏതായാലും ഡിപ്പോയുടെ അകത്തേക്കൊന്നും നമുക്ക് അങ്ങനെ കയറി പെട്ടെന്ന് പോകുന്നത് അവരുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലമാണ്, അങ്ങോട്ടേക്ക് കഴിയില്ല. പക്ഷേ ഈ കാണുന്നത് അവരുടെ സ്റ്റേ റൂമാണ്. തമ്പാനൂരിൽ വരുന്ന ദീർഘദൂര വണ്ടികളിൽ വരുന്ന ജീവനക്കാർ താമസിക്കുന്ന സ്റ്റേ റൂമാണ്. ആ ഇരുമ്പ് തകരത്തിന് താഴെയാണ് അവർ കിടന്നുറങ്ങേണ്ടത്. പലരും രാവിലെ വെളുപ്പിനെ ഇവിടെ ഡ്യൂട്ടിക്ക് വന്നു കഴിഞ്ഞാൽ വെയിൽ കൊണ്ട് ചൂടേറ്റ് തറയിൽ കിടന്നുറങ്ങേണ്ട അവസ്ഥ. അവിടെ നേരിട്ട് നമ്മൾ കയറി പലപ്പോഴും കാണുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അവരവസ്ഥ ഷൂട്ട് ചെയ്ത് അവർ തന്നെ അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയേണ്ടത്. ചേട്ടാ, ഇവിടെ വളരെ നമ്മളിപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരു പ്രയാസം അവർക്കുണ്ട്. അവർക്കിതെല്ലാം പറയണം, ആളുകളോട് പറയണം, മന്ത്രിയുടെ മുമ്പിൽ എത്തണമെന്നൊക്കെ ആഗ്രഹമുണ്ട് എങ്കിൽ പോലും പലരും ഇങ്ങനെ തുറന്ന് പറയാൻ തയ്യാറാകില്ല. കാരണം എന്തെങ്കിലും തരത്തിലുള്ള പ്രതികാര നടപടി അവരുടെ ഭാഗത്തു നിന്നുണ്ടായാലോ എന്നുള്ളത് ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ പ്രതികരിക്കാത്തത്. പക്ഷേ ഈ സ്റ്റേ റൂമിൻ്റെയൊക്കെ അവസ്ഥ നമ്മൾ മുൻപ് പല ജീവനക്കാർ നമ്മോട് പറഞ്ഞതനുസരിച്ച് എടുത്തു കാണേണ്ടത് വളരെ ദുരിതമാണ്. എല്ലാവരും വന്ന് കിടക്കുന്നത് ഇത്തരം ഒരു തകരശീലിന് മുന്നിൽ ഒരു മരമോ മറ്റു തണലോ ഒന്നുമില്ല, അതിൻ്റെ താഴെ കിടക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് റാമ്പ് ഉള്ളത്. അത് നമ്മൾ കഴിഞ്ഞ വാർത്തയിൽ അത്തരത്തിലുള്ളൊരു ദൃശ്യം കാണിച്ചിരുന്നു. ഒരു പക്ഷേ മാധു നമുക്കതൊന്നും കൂടി കാണിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. ഈ ബസ് കിടക്കുന്ന പുതിയ ബസ് കിടക്കുന്നതിന് തൊട്ടപ്പുറത്താണ് ഈ KSRTC റാമ്പ്. അതായത് അടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ ആ റാമ്പിൽ ഇറങ്ങിയെന്നുകൊണ്ടാണ്. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ഓടയിൽ നിന്ന് ഓടയിലെ വെള്ളം ഇങ്ങോട്ടേക്ക് എത്തും. ആ വെള്ളം കോരിക്കളഞ്ഞ് അത് എത്ര നേരം ഊറ്റുണ്ട്, അതുകൊണ്ട് തന്നെ കുറേയധികം പരിശ്രമിക്കേണ്ടി വരും ആ വെള്ളം ഒന്ന് എടുത്ത് മാറ്റുന്നതിന് വേണ്ടി. അങ്ങനെയാണ് മഴക്കാലമായാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ 2-3 ദിവസമായി കാര്യമായ മഴയോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. എന്നിട്ടും ഈ ഡിപ്പോയിലെ അവസ്ഥ ഇതാണ്. ഒരു മിന്നൽ പരിശോധനയൊക്കെ നടത്തിയാൽ മാത്രം പോരാ, ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു ശ്രമം, അതായത് അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ KSRTCയെ വലയ്ക്കുന്നുണ്ട് ഇപ്പോഴും. അത് കാലാകാലങ്ങളായി തുടങ്ങിയതാണ്. ബസ്സുകളുടെ പ്രശ്നമുണ്ട്, ജീവനക്കാരുടെ പ്രശ്നമുണ്ട്, ശമ്പളം കിട്ടാത്ത അവസ്ഥയുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി ഏതായാലും ശമ്പളം കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ മാസം ഇന്ന് 2-ാം തീയതിയാണ്, ശമ്പളം ലഭിച്ചിട്ടില്ല. സാധാരണ ഓരോ മാസത്തെയും അവസാനത്തെ പ്രവൃത്തി ദിവസമാണ് ശമ്പളം ലഭിക്കുന്നത്. കഴിഞ്ഞ മാസം ഏതായാലും 30-ാം തീയതി അത് കിട്ടിയിട്ടില്ല. ഇന്ന് ഏതായാലും വരാനുള്ള സാധ്യതയില്ല, അവധി ദിവസമാണ്. ഇനി നാളെ വരുമോ എന്നുള്ളതൊക്കെ കാണേണ്ടതുണ്ട്. KSRTC ബസ്സുകളുടെ അവസ്ഥ നമുക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പല ബസ്സുകൾക്കും പാച്ച് വർക്കൊക്കെ വേണ്ട ഒരവസ്ഥയാണ്. നേരത്തെ നമ്മൾ ഒരു വണ്ടിയിൽ കയറിയപ്പോൾ അവിടെ വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നു. ഇനി മറ്റ് വണ്ടികളിൽ എന്താണ് അവസ്ഥ, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള അവസരമുണ്ടോ എന്നുള്ളതൊന്ന് നോക്കാം. ഈ വാഹനത്തിലുമുണ്ട്, പക്ഷേ ബാഗും മറ്റ് സാധനങ്ങളും ഒന്നും വയ്ക്കാനുള്ള സ്ഥലമില്ല എന്നുള്ളതാണ്. ചേട്ടാ, കുപ്പി വയ്ക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലേ ഈ ബസ്സിൽ? ഒരു കുപ്പി വയ്ക്കാം. പക്ഷേ നിങ്ങളുടെ ഈ ബാഗും നിങ്ങൾ മറ്റു കൊണ്ടുവരുന്ന സാധനങ്ങൾ ദീർഘദൂരം പോവുകയാണെങ്കിൽ എങ്ങനെ എവിടെ വയ്ക്കും? അതിനുള്ളൊരു സംവിധാനം ഉണ്ടോ? സംവിധാനം തറ വയ്ക്കാനോ പറ്റുമോ? അത് എങ്ങനെയാണ്? ഇവിടെ തറ വയ്ക്കാം.
അല്ലാതെ സുരക്ഷിതമായി വെക്കാൻ കഴിയുമോ? ഇതിനകത്ത് സ്ഥലമുണ്ട്, ഒരാൾക്ക് വയ്ക്കാം. ഒരാൾക്ക് വയ്ക്കാം, ബാക്കിലും ഉണ്ട്. ശരി ശരി ശരി. അപ്പം കുപ്പി ഏതായാലും വയ്ക്കാനുള്ള സൗകര്യമുണ്ട്, അതോടൊപ്പം തന്നെ വേസ്റ്റ് ബാസ്ക്കറ്റ് വയ്ക്കുന്നുണ്ട്. അങ്ങനെയുള്ള സംവിധാനം ഈ ബസ്സിലുമുണ്ട്. അങ്ങനെ ഏതായാലും KSRTC ബസ്സുകൾ കിടക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ നമുക്കൊരു ദൃശ്യം കാണിക്കാമായിരുന്നു. പക്ഷേ സജികുമാർ ബസ്സിനകത്താണ്. ആ ബസ് ഇങ്ങനെ പോകുന്ന ദീർഘദൂരം ഓടി വന്ന ബസ്സാണ്. ആ ബസ് പോകുന്ന കാഴ്ച കാണിക്കാം. അതിൻ്റെ അടി തട്ടേണ്ടതായിരുന്നു, കാരണം ഈ കുഴിയിലൂടെ വന്നിറങ്ങുമ്പോൾ അതൊരു ലോ ഫ്ലോർ ബസ്സാണ്. ആ ഭാഗത്ത് കുറച്ചുകൂടി അപ്പുറത്ത് നിന്ന് ഇങ്ങനെ വരുമ്പോൾ അടിഭാഗം തട്ടേണ്ടതായിരുന്നു. അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. ഈ ബസ്സിന് ഏതായാലും കുഴപ്പമില്ല, കുറച്ചുകൂടി ഉയരം ഉള്ള ബസ്സാണ്. പക്ഷേ അതും എത്രമാത്രം ദുഷ്കരമായിട്ടാണ് വരുന്നത്. ആ പാർക്കിംഗ് ഏരിയയിലേക്ക് വാഹനം ഒതുക്കാൻ വരുന്ന ഒരു സ്ഥലമാണ്, കാഴ്ചയാണ് കാണുന്നത്. ഏതായാലും ഇങ്ങനെയുള്ള ദയനീയമായ ദുരിതപൂർണമായ കാഴ്ചകൾ ഇപ്പോഴും KSRTC ബസ് സ്റ്റാൻഡുകളിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് മന്ത്രിയും KSRTC മാനേജ്മെൻറ്റും എല്ലാം തിരിച്ചറിയേണ്ട സമയവും അതിക്രമിച്ചിരിക്കുന്നു. അതും ഓക്കെ. AKSF-നാണ് തിരുവനന്തപുരത്തു നിന്നുള്ള കാഴ്ചകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പരിമിതികളുടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ കുപ്പികൾ എന്തിനാണ് അവിടെ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്കും പലതും പറയാനുണ്ട്. ഇപ്പോൾ സ്റ്റെഫിൻ മൈക്കുമായി പലരുടെ ഇടത്തേക്ക് പോകുന്നുണ്ട്, പക്ഷെ അവർ പ്രതികരിക്കുന്നില്ല. അവർക്ക് പ്രതികരിക്കാൻ സാധിക്കില്ല. ഒന്നാമതൊരു സർക്കാർ ജീവനക്കാരാണ്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ പ്രതികാര നടപടി നേരിടേണ്ടി വരും എന്ന ഭയമുണ്ടാകുന്നുണ്ട്. ഈ ഡെസ്റ്റിനേഷൻ ബോർഡ് വെക്കാനുള്ള സ്റ്റാൻഡൊക്കെ പരിമിതമാണ്, പല ബസ്സുകളിലും ഇല്ല. അപ്പോൾ ഈ വെള്ള കുപ്പികൾ വെച്ചിട്ടൊക്കെയാണ് ജീവനക്കാർ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇനി ഒരു കുപ്പി വെക്കാനുള്ള സൗകര്യമാണ്, കുടിക്കാനുള്ള വെള്ളം വാങ്ങി വെക്കുന്നത്, അത് തന്നെ പണം കൊടുത്ത് വാങ്ങുന്നതാണ്. KSRTC ശമ്പളം കൊടുക്കുന്ന രീതിയൊക്കെ ഇപ്പോൾ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നതൊരു ശരിയാണ്. എന്നിരുന്നാൽ പോലും അതൊക്കെ നമുക്ക് അറിയാമല്ലോ എത്രത്തോളം പരിതാപകരമായ സാഹചര്യമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവർ ഈ കാശ് കൊടുത്ത് വെള്ളം വാങ്ങി കുടിക്കുകയാണ് ചെയ്യുന്നത്. ഡിപ്പോകളിലടക്കം അതിനുള്ള സൗകര്യം ഉണ്ടാക്കുക എന്നുള്ള ആവശ്യമൊക്കെ ജീവനക്കാർ കാലാകാലങ്ങളായി പറയുന്നതാണ്. അപ്പോൾ ഒരു കുപ്പി വെക്കും. നമുക്കറിയാം, ഒരു KSRTC ബസ് യാത്ര തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 8-9 മണിക്കൂറും യാത്ര ചെയ്യുന്നുണ്ട്. നമ്മുടെ എത്ര പൊതു ഇടങ്ങളിൽ ഈ പ്ലാസ്റ്റിക് കുപ്പികൾ കൃത്യമായി ഇടാനുള്ള സൗകര്യമുണ്ട്? അങ്ങനെ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകി അത് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സാഹചര്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ പ്രശ്നമാണ്. ഇനി ഡ്രൈവർക്ക് അവിടെ നിന്ന് അത് വേസ്റ്റ് ബിന്നിലേക്ക് കൊണ്ടുപോകാനൊന്നും ചിലപ്പോൾ പലപ്പോഴും കഴിഞ്ഞില്ല എന്നും വരും. അപ്പോൾ അങ്ങനെ ആ രീതിയിലൊക്കെ ജീവനക്കാരെ കൂടി മനസ്സിലാക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ്. ബസ് ഡിപ്പോയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം പ്രോപ്പറായി അത് വൃത്തിയാക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം എല്ലാവരുടേതാണ്. എന്നിരുന്നാൽ പോലും പിന്നെ സ്റ്റെഫിൻ എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് യാത്രക്കാർ അവരെങ്ങനെയാണ് KSRTC ബസ്സിനെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ചോക്ലേറ്റ് കഴിക്കുകയാണെങ്കിൽ, ഒരു കുപ്പി വെള്ളം കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി വരുന്ന വേസ്റ്റ് നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നത് പ്രധാനമാണ്. അത് അടിസ്ഥാനപരമായി വേണ്ടത് നമ്മൾ ഇരിക്കുന്ന പരിസരത്തെ വൃത്തി എന്നുള്ളതാണ്. വൃത്തിയുള്ള ഒരു സ്ഥലം വൃത്തികേടാക്കാൻ പരമാവധി മനുഷ്യർ തയ്യാറാവുകയില്ല എന്നുള്ളത് ഒരു സൈക്കോളജിയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും എത്ര വൃത്തിയുള്ളതാണ് എങ്കിലും അത് ശ്രദ്ധിക്കാത്ത ഒരു തരം മനോനിലയും നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണ്. അത് ഇപ്പം ഞാനൊരു കുപ്പി ഇട്ടാൽ എന്താ, ഞാനൊരു ചോക്ലേറ്റിൻ്റെ കവർ ഇട്ടാൽ എന്താ, ഞാനൊരു ബിസ്ക്കറ്റിൻ്റെ കവർ പൊട്ടിച്ചിട്ടാൽ എന്താ എന്നുള്ളതല്ല. അത് പലർ ചെയ്യുമ്പോഴാണ് പൊതുവിലുള്ള ആ പ്രശ്നം ഉണ്ടാകുന്നത്.